ഇത് നമ്മുടെ രാജചേട്ടനും പൊന്നു ചേച്ചിയാണ്. ഞാൻ ഹാരിഷ് തലിയുടെ വീഡിയോയിലൂടെയാണ് ഇവരെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഒരിക്കലും ഇവർ എൻ്റെ മുന്നിൽ എത്തുമെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇപ്പോൾ എൻ്റെ മുന്നിലിരിക്കുകയാണ്. ഹിയറിംഗ് എയ്ഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ഹാപ്പിയാണ് ആള്. സന്തോഷമായി. ഇപ്പം എല്ലാം കേൾക്കാം. വളരെ വളരെ സന്തോഷം. ഞങ്ങള് ചാവക്കാട് നിന്ന് ഒരു കുട്ടി വിളിക്കാറുണ്ട്. ഞങ്ങളെ കാണാനൊക്കെ ഉണ്ട്. അന്ന് നമ്മളെ കണ്ടില്ല, അവര് അടുത്ത് നമ്മുടെ വീഡിയോ കണ്ടപ്പോ ഭയങ്കര സ്നേഹമായി പോയത്. രാജേട്ടനും പൊന്നമ്മ ചേച്ചിക്കും നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്യുക. അവർ ഒരു പേപ്പർ പേനയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ജീവിതമാർഗം കണ്ടെത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവരുടെ ഈ ചിരി എന്നും നിലനിൽക്കാൻ വേണ്ടി ചെറിയ രീതിയിലെങ്കിലും നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക. അതായത് അവർക്ക് വലിയ കാര്യങ്ങളൊന്നും വേണ്ട, അവരുടെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പം വലിയ ബുദ്ധിമുട്ടായിട്ടിരിക്കുന്നത്. രാജേട്ടന് ഒരു ജോലിക്കും പോകാൻ പറ്റില്ല. ഒരു കുഞ്ഞിനെ നോക്കുന്ന പോലെയാണ് പൊന്നമ്മ ചേച്ചി രാജേട്ടനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെ വേണം. അതായത് രാജേട്ടന് എല്ലാ ഹെൽപ്പും വേണം പൊന്നമ്മ ചേച്ചിയുടെ. അപ്പോൾ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനും ഒന്നും പറ്റില്ല. അപ്പം നിങ്ങൾക്ക് അതായത് അതുകൊണ്ട് പൊന്നമ്മ ചേച്ചിക്ക് ഒരു ജോലിക്ക് പോകാനോ ഒന്നും പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായം ചെയ്യണം. ഹാരിഷ് തലിയുടെ കോണ്ടാക്ട്സിൽ ഇവരുടെ ആളുടെ യൂട്യൂബ് ചാനലിൽ ഇവരുടെ കോണ്ടാക്ട്സ് ഉണ്ട്. അപ്പോൾ പൊന്നമ്മ ചേച്ചിക്ക് എന്തെങ്കിലും പറയണ്ടോ? ഈ ചിരി മതിയല്ലേ? ഈ ചിരിയാണ് പൊന്നമ്മ ചേച്ചിയുടെ. ജീവിതത്തിൽ നമുക്ക് ദുഃഖം കൊണ്ടിരുന്നാൽ നമുക്കൊന്നുമില്ല. നമ്മളെപ്പോഴും ചിരിച്ച് സന്തോഷമായിട്ടിരുന്ന ആയുസ്സും ആരോഗ്യവും കൂട്ടി കിട്ടുന്ന. ഏതായാലും ഡോക്ടർ ഇത് ഈ ചെവി ചേരാണ്ട് ഒരുപാട് എന്നത്തേക്ക് എപ്പോഴും എന്നും ഞാൻ നമ്മുടെ മരണം വരെ നമുക്ക് ഇങ്ങനെ ഒരു ചെവി കേൾക്കില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതാണ് ഭയങ്കര ബുദ്ധിമുട്ട്. ഓരോരുത്തരോട് പറയുമ്പോഴൊക്കെ വല്ലാത്ത വിഷമമൊന്നുമില്ല. അത് കാരണം ഞാൻ എങ്ങോട്ടും പോവില്ല. ഓരോരുത്തർ പറയുമ്പോൾ ഞാൻ മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ അവരോട് എന്താ മിണ്ടാത്തതെന്ന് ചോദിക്കണം. എനിക്ക് ചെവി അങ്ങോട്ട് മറുപടി പറയാൻ പറ്റുന്നില്ലല്ലോ. അത് കാരണം ഇപ്പം ഹാപ്പി ആയില്ലേ? ഇപ്പം വളരെ വളരെ ഓക്കെ. നിങ്ങളൊക്കെ ചിരിച്ചിരിക്കുന്നതാണ് എനിക്ക് സന്തോഷം അല്ലേ? ഓക്കെ. നാളെ ഇത്ര മണിക്ക് പോകും. വന്ന് അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ എടി നിങ്ങളുടെ ഭാഗ്യം, ആ ഡോക്ടറോട് വേണം നന്ദി പറയാട്ടോ, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ അമ്മായി പ്രാർത്ഥിച്ചോണം കേട്ടോ. ഉറപ്പായിട്ട് ഞാൻ പ്രാർത്ഥിക്കാം. ചെവി അങ്ങോട്ട് വെച്ചു. രചിത കേൾക്കാമോ? കേൾക്കാവോ? എങ്ങനെയാ വന്നേ? ശരി ശരി. യാത്രയൊക്കെ സുഖമായിരുന്നോ? ഇപ്പം നന്നായി കേൾക്കാം അല്ലേ? ഓക്കെ. ഹാരിഫടുത്ത് വണ്ടിയുടെ കാര്യം പറഞ്ഞെങ്കിൽ വരുന്നുണ്ട്. അത് പറഞ്ഞു വരണമെന്ന് വെച്ചിട്ടാ.